ഹലോ, ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റാണ്. ഇന്നലെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സിമ്പിൾഫൈ ചെയ്ത് ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ അത്രയ്ക്കൊക്കെ തന്നെ കണ്ടൻറ് ഉള്ളൂ, കാരണം അത് വളരെ സിമ്പിളാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതായത് നമ്പർ മാത്രമല്ല, ഡയറക്ഷൻ നോക്കണതുകൊണ്ട് ഇത്തിരി കോംപ്ലിക്കേഷൻസ് വരാം. സോ അതും ഞാൻ ഇന്ന് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വളരെ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തുടങ്ങുന്നു. വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ജനറലായിട്ടുള്ളൊരു ഫോർമുല പോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റിനും ഉണ്ട്. ഇപ്പോൾ എ എന്നൊരു വെക്ടറും ബി എന്നൊരു പറഞ്ഞ വെക്ടറും, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സി എന്നൊരു വെക്ടറും കൂടി വന്നു എന്ന് വിചാരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ പ്രോഡക്റ്റായിട്ട് സി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ആണെന്ന് വിശ്വസിക്കുക. ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ simply magnitude of A times magnitude of B times ആംഗിളിൻ്റെ, നമ്മൾ ആംഗിളിൻ്റെ ഡോട്ട് പ്രോഡക്റ്റിൽ കോസ് വാല്യൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സൈൻ തീറ്റയാണ് എടുക്കുക. സൈൻ തീറ്റ, ഇവിടെ എക്സ്ട്രാ ഒരാൾ കൂടി ഉണ്ട്, വിച്ച് ഈസ് എൻ ക്യാപ്. ഇവിടെ മൂന്നാളെയും മനസ്സിലായിട്ടുണ്ടാവും. എന്റെ മാഗ്നിറ്റ്യൂഡ്, ബിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സൈൻ വാല്യൂ ആംഗിളിൻ്റെ എൻ ക്യാപ്പ്. എന്താ സൈൻ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ സി വെക്ടറിൻ്റെ ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് 2-3 റൂൾസൊക്കെ ഉണ്ട്. അതായത് റൈറ്റ് ഹാൻഡ് തം റൂളാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ്. അതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഈ ജനറൽ ഫോർമുല എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എ ബി സൈൻ തീറ്റ എൻ ക്യാപ്പ്, ഇതാണ് ക്രോസ് പ്രോഡക്റ്റിൻ്റെ ജനറലായിട്ടുള്ളൊരു ഫോർമുല. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് വെക്ടറിൻ്റെ ഡയറക്ഷൻ. അതായത് ഇപ്പം നമുക്ക് ഡയറക്ഷൻ ചെയ്തിട്ട് നമുക്കൊരു എ വെക്ടർ വന്നു, ഒരു ബി വെക്ടറും വന്നു എന്ന് വിശ്വസിക്കുക. ഇപ്പോൾ എ ക്രോസ് ബിൻ്റെ ഡയറക്ഷൻ അഥവാ എൻ ക്യാപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു റൂളാണ് റൈറ്റ് ഹാൻഡ് തം റൂൾ. റൈറ്റ് ഹാൻഡ് തം റൂൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ആദ്യമാണ് എടുക്കുന്നത്, അയാളുടെ വശത്തേക്ക് കൈ വയ്ക്കുക, എന്നിട്ട് രണ്ടാമത്തെ ഇരിക്കുന്ന ആളുടെ വശത്തേക്ക് കൈ മടക്കുക. തമ്പ് എങ്ങോട്ടാണോ പോകുന്നത് അതാണ് സി വെക്ടറിൻ്റെ ഡയറക്ഷൻ. അത് ഇവിടെ ഒരു ഉള്ളിലോട്ടാണ് കേട്ടോ, സി ലൈക്ക് മേലോട്ടല്ല, ഉള്ളിലോട്ടാണ്. ഈ ബോർഡിന് ഉള്ളിലോട്ടായിട്ടാണ് സി വെക്ടർ വരുന്നത്. നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ ആദ്യം തന്ന ആളുടെ അവിടേക്ക് 4 പേരിൽ നമ്മൾ 4 പേരിലും ആക്കുക, പിന്നെ രണ്ടാമതുള്ള ആളുടെ ഡയറക്ഷനിലോട്ട് മടക്കുക. ഇങ്ങോട്ട് പോയി ബിയിലോട്ട് ഞാൻ മടക്കുന്നു. അപ്പോൾ എൻ്റെ തള്ളവിരൽ ഉള്ളിലോട്ടാണ് പോകുന്നത്. സോ ആ സി വെക്ടറിൻ്റെ ഡയറക്ഷൻ അതായിരിക്കും, ഉള്ളിലോട്ടാണ്. നമ്മൾ ഉള്ളിലോട്ടുള്ള ഡയറക്ഷനെയും വെളിയിലോട്ടുള്ള ഡയറക്ഷനെയും കാണിക്കാൻ സിമ്പലുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു വട്ടത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻവേർട്സ്, ഉള്ളിലോട്ട്. അതേതൊരു വട്ടത്തിലുള്ള ക്രോസാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട് വേർഡ്. ഈ ലോജിക്ക് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ കണ്ടുപിടിച്ച ഡയറക്ഷൻ ഇവിടെ സി വെക്ടറിനെ ഏത് സിമ്പിളാണ് ഇടേണ്ടതെന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ സിമ്പിൾ. അതായത് നമ്മുടെ ഉള്ളിലോട്ടാണ് പോയത്. സോ ഇവിടെ ഡോട്ട് ഉള്ളിലോട്ട് ഇൻവേർട്സ്, അതാണ് സീൻ്റെ ഡയറക്ഷൻ.
നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ, ഇതിപ്പോൾ എ ക്രോസ് ബി ചെയ്തു, ഇനി നമ്മൾ ബി ക്രോസ് എ ആണ് ചെയ്യുന്നത് വയ്ക്കുക. നമ്മൾ ബീൻ്റെ അങ്ങോട്ട് 4 വിരൽ വെച്ചു എയിലോട്ട് മടക്കി. ഔട്ട് വേർഡല്ലേ വരുന്നത്? ആണല്ലേ? അതെ. ഇത് ഇൻഡ് വേർഡും ഇത് ഔട്ട് വേർഡ് വേറെ. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും രണ്ടിൻ്റെയും, ബട്ട് ഡയറക്ഷൻ കാരണം ഡിഫറൻസ് വരും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എ ക്രോസ് ബി is not equal to B cross A. ഓക്കെ, എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒരേ സാധനമല്ല. മേ ബി മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷൻ സെയിം ആയിരിക്കാത്തതുകൊണ്ട് തന്നെ ഈ രണ്ട് വെക്ടറിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ഒരേതായിരിക്കില്ല. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരേതായിരിക്കും, കാരണം അതിൽ സ്കെയിലർ വാല്യൂ അല്ലേ, ജസ്റ്റ് ഒരു നമ്പർ അല്ലേ വേണ്ടത്. ഇവിടെ ഡയറക്ഷനും ഉള്ള കാരണം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുന്നതല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം എങ്ങനെയാണ് തരിക, അത് എങ്ങനെയാണ് ചെയ്യുക, രണ്ട് വെക്ടറുകൾ എന്നിട്ട് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. കൈൻഡ് കോംപ്ലിക്കേറ്റഡ്, എനിക്കും ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈക്കിൾ പറഞ്ഞു, ഞാൻ പഠിച്ച ഒരു സൈക്കിളുണ്ട്, അത് ഞാൻ പറഞ്ഞതാണ്. നമ്മളിവിടെ ഐ എടുക്കുക, ഇവിടെ ജെ എടുക്കുക, ഇവിടെ കെ എടുക്കുക. ഈ ഒരു സൈക്കിൾ നല്ല രീതിക്ക് ഓർത്തിരിക്കുക കേട്ടോ. ഇങ്ങനെ വരയ്ക്കുക, ക്ലോക്ക് വൈസാണ് പോകുന്നത്, പോസിറ്റീവ് 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 എന്നുള്ള. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം, ഐ ക്രോസ് ജെ പോസിറ്റീവ് കെ ആണ്, ജെ ക്രോസ് കെ പോസിറ്റീവ് ഐ ആണ്, കെ ക്രോസ് ഐ പോസിറ്റീവ് ജെ ആണ്. ഇനി ഒരു എക്സെപ്ഷൻ കൂടി പറഞ്ഞാൽ ഇത് സിമ്പിളായിരിക്കും, ഐ ക്രോസ് ജെ കെ, ജെ ക്രോസ് കെ ഐ, കെ ക്രോസ് ഐ ജെ. ഇങ്ങനെയാണ് സൈക്കിൾ പോണത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിരിക്കും വാല്യൂ. ഇനിയാണ് കാര്യം, ഇങ്ങനെയല്ല പോണത് എങ്കിൽ മറിച്ച് ഇങ്ങനെയാണ് പോണത് എങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഐ ക്രോസ് ജെ എന്താ പറഞ്ഞ പോസിറ്റീവ് കെ, പക്ഷെ ജെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കെ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? അതേപോലെ കെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ജെ ആണ്, ബട്ട് ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ജെ ആണ്. ഈ ഒരു സൈക്കിൾ നിങ്ങൾ പഠിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ ഈസിലി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സൈക്കിൾ കൊണ്ട് മാത്രം ഇത് ഭയങ്കര രീതിക്ക് സിമ്പിളാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ക്ലോക്ക് വൈസ് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെറുതായി ചെയ്താൽ ക്ലോക്ക് വൈസ് പോകുമ്പോൾ പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് പോകുമ്പോൾ നെഗറ്റീവ്. ഈ ഒരു സൈക്കിൾ ഓർത്ത് വയ്ക്കുക. ഐ ക്രോസ് ജെ ആണ് കെ, ജെ ക്രോസ് കെ ആണ് ഐ, കെ ക്രോസ് ഐ ആണ് ജെ. നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് വരും. ഇതിപ്പോൾ ഞാൻ എഴുതി കാണിച്ചു തരാം, ഏതാ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ പഠിച്ചു വയ്ക്കുക. എനിക്ക് ഈ സൈക്കിളാണ് ഭയങ്കര എളുപ്പം, ഇതാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തലയിൽ വരും. ഇതിപ്പോൾ ഐ ക്രോസ് ജെ ഈക്വൽ ടു കെ ആണ് കേട്ടോ. അതേപോലെ ജെ ക്രോസ് കെ ഐയും കെ ക്രോസ് ഐ ജെയുമാണ് സൈക്കിൾ പോലെ. ഇനി അപ്പുറത്ത് ഞാൻ എഴുതി കണ്ടില്ല, ഐ ക്രോസ് ജെ കെ ആണെങ്കിൽ ജെ ക്രോസ് ഐ എപ്പോഴും നെഗറ്റീവ് കെ ആയിരിക്കും. ഓക്കെ, ഇതാ ഫോർമുല പ്രകാരം തന്നെയാണ് പോണത്. എൻ ക്യാപ്പിൻ്റെ വാല്യൂ ഡയറക്ഷൻ മാറുക, സിമ്പിൾ. നമ്മൾ അപ്ലൈ പറഞ്ഞത് എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഒരേതല്ലാന്ന്, അതേ പ്രിൻസിപ്പൾ തന്നെയാണ്. ഇത് എ ഇത് ബി ആയിട്ട് എടുത്തെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡയറക്ഷൻ കിട്ടും, ഇത് ബി ക്രോസ് എ അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ കിട്ടും. വെളിയിലോട്ട് അപ്ലൈ പറഞ്ഞ അതേ ലോജിക്ക് തന്നെയാണ്.
ഇതിലിപ്പോൾ കെ ക്രോസ് ജെ ആണെങ്കിൽ നെഗറ്റീവ് ഐ ക്യാപ്പാണ് കിട്ടുക. അതേപോലെ ഐ ക്രോസ് കെ ആണെങ്കിൽ നെഗറ്റീവ് ജെ ആണ് കിട്ടുക. ഓക്കെ, ഇതേപോലെ കാണാണ്ട് പഠിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. സ്റ്റിൽ ഇങ്ങനെ പഠിക്കേണ്ടവർക്ക് പഠിക്കാം, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ സൈക്കിളേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതാണ് ഇത്തിരി കൂടി എളുപ്പം, ഇത്തിരി കൂടി നമുക്ക് ഈസിയായി കിട്ടുന്നത്, പെട്ടെന്ന് തലയിൽ വരുന്ന ആ സൈക്കിളാണ്. സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലങ്ങളെ ചെയ്യുന്നുള്ളൂ, കാരണം എൻ്റെയും കൂടി ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട്. ബട്ട് ടഫ് പ്രോബ്ലംസും ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നാണുള്ളൂ. ഒരു എ വെക്ടർ 2i plus 3j ബി എടുക്കുക 3i പ്ലസ് 2j പ്ലസ് 5k. ഇന്നലെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റിൽ എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഐയുമായിട്ട് മൾട്ടിപ്ലൈ ആവുള്ളൂ, ജെയുമായിട്ട് മൾട്ടിപ്ലൈ ആവുള്ളൂ, കെയുമായിട്ട് മൾട്ടിപ്ലൈ ആവുള്ളൂ. കാരണം കോസിൻ്റെ വാല്യൂ 0 ആവണത് അപ്പോഴാണ്, എന്നാലേ കോസിൻ്റെ വാല്യൂ പോസിറ്റീവ് കിട്ടുള്ളൂ. ഇവിടെ നേരെ തിരിച്ചാണ്, അതായത് ഐയുമായിട്ട് മൾട്ടിപ്ലൈ ആവില്ല, ജെയുമായിട്ട് മൾട്ടിപ്ലൈ ആവില്ല, കെയുമായിട്ട് മൾട്ടിപ്ലൈ ആവില്ല. എന്താ സംഭവത്തിൻ്റെ സൈൻ വാല്യൂ ഐയുമായിട്ട് ഇതാകുന്ന ആംഗിൾ 0, സൈൻ 0ൻ്റെ വാല്യൂ 0 ആണ്, അത് പോവും. സോ പകുതി ഇവിടെ എന്താണ് ആവുക എന്ന് വെച്ചാൽ ഐ എന്ന് പറയുന്നത് ജെയ്ക്കും കെയ്ക്കും ഒപ്പം മൾട്ടിപ്ലൈ ആവും. ഐൻ്റെ ഒപ്പം തന്നെ മൾട്ടിപ്ലൈ ആവില്ല, പക്ഷേ ജെയിൻ്റെയും കെയിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ആവും. അതേപോലെ ജെ വന്നിട്ട് ഐൻ്റെയും കെയിൻ്റെ ഒപ്പമാവും, കെ ജെയിൻ്റെ ഒപ്പവും ഐൻ്റെ ഒപ്പമാവും. ഈ ഡയഗ്രാം ഇല്ല, ഇതൊരു വെറും ചവറ്. സോ ഞാൻ മായ്ക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. സ്വയമായിട്ട് മൾട്ടിപ്ലൈ ആവില്ല. ഇന്നലെ ഡോട്ട് പ്രൊഡക്റ്റിൽ ഞാൻ എന്താ പറഞ്ഞത്, അത് സ്വയമായിട്ട് മൾട്ടിപ്ലൈ ആവുള്ളൂ. ലൈക്ക് ഐയുമായിട്ടും ജെയുമായിട്ടും കെയുമായിട്ടേ ആവുള്ളൂ എന്ന് ഞാനാണ് ഇന്നലെ പറഞ്ഞത്. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഐയുമായിട്ട് ആവില്ല, ജെയുമായിട്ടാവില്ല, കെയുമായിട്ട് ആവില്ല, സൈൻ്റെ വാല്യൂ കാരണം. സോ ഇവിടെ എങ്ങനെ നമ്മൾ എ ക്രോസ് ബി ചെയ്യും, നമുക്ക് ചെയ്ത് നോക്കാം. എൻ്റെ ഭാഗത്ത് തെറ്റി വരാൻ ചാൻസ് ഉണ്ട്, കാരണം എനിക്ക് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റ് ആണ്. സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 2 × 2 I × j മനസ്സിലായല്ലോ. ഐൻ്റെ ഒപ്പം ആവില്ല, നമ്മൾ ഈ ഐനെ ജെയിൻ്റെയും കെയിൻ്റെ ഒപ്പം ആക്കുക. ഈ ജെയിനെ ഈ ഐൻ്റെ ഒപ്പം കെയിൻ്റെ ഒപ്പം ആക്കുക, ഈ കെയിനെ ഐൻ്റെ ഒപ്പം ജെയിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് കിട്ടിയിരുന്നു. പിന്നീട് നമുക്ക് വേണ്ടത് ഐനെ കെയിൻ്റെ പോലെ മൾട്ടിപ്ലൈ ആക്കുമ്പോൾ 2 × 5 I × k. ഇവിടെ ഇത് മുഴുവൻ എഴുതാൻ സ്ഥലമുണ്ടോയെന്ന് അറിയില്ല. സോ ഞാൻ ജസ്റ്റ് മേലെ ഈ പ്രോബ്ലം വായിക്കാൻ പറ്റില്ല. 1 minute. ഓക്കെ, 2 × 5 I × k. ഇവിടെ നമ്മൾ ഡയറക്ഷൻസും തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യും, കാരണം ഇവിടെ ഒരേതല്ലല്ലോ. കഴിഞ്ഞ ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് രണ്ടും ഒരേതായതുകൊണ്ട് അങ്ങനെ 1 ആയി പോകും.
ഇവിടെ ഈ ഡയറക്ഷനും കൂടി മാറ്റർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഐനെ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ജെയിനൊപ്പം ചെയ്തു, ഐനെ പിന്നെ കെ ഇപ്പം ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ജെ ഉണ്ടല്ലോ, ഈ ജെയിനെ ഐൻ്റെ ഒപ്പം ജെയിനെ കെയിൻ്റെ ഒപ്പം ചെയ്യാൻ പോകും, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് ബിക്കംസ് 3 into 3 into I. ഓക്കെ, ഇവിടെ കൂടെ പ്ലസ് ഉണ്ട് കേട്ടോ. പിന്നെ 3 into 5 ജയിലിന് കാണുന്നുണ്ടോ? ഓക്കെ, പിന്നെ 3 into 5 j into k. നമ്മൾ ജെയിനെയും ഐൻ്റെയും കെയിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ കെയിനെ ഐൻ്റെയും കെയിൻ്റെ ഒപ്പം, കെയിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്. ഇവിടെ 1 എഴുതിയിട്ടില്ലെങ്കിൽ 1 ആയിട്ട് എടുക്കണം. അപ്പോൾ അതും 1 into 3 k into y. ഞാൻ പ്രോബ്ലം വായിക്കുന്നത് 2j അല്ല. നമ്മൾ സക്സസ്ഫുള്ളി എല്ലാം എഴുതി അല്ല. എഴുതിയില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ കുറേ പേർക്ക് കാൽക്കുലേഷൻസ് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ സമയങ്ങളിലാണ് ആ സൈക്കിൾ ഓർത്തെടുക്കേണ്ടത്. ഓക്കെ, 2 into 2 4 എഴുതി. ഐ ഇൻറ്റു ജെ എന്താണെന്ന് ഞാൻ പറഞ്ഞത് 4 ഐ ഇൻറ്റു ജെ കെ പ്ലസ് 2 into 5 10 ഐ ഇൻറ്റു കെ മൈനസ് ജെ അല്ലേ, പ്ലസ് 25 10 ഐ ഇൻറ്റു കെ മൈനസ് ജെ. സോ ഈ പ്ലസ് മാറി ഇവിടെ മൈനസ് 10 ജെ കെ അപ്പം വരും. ഇവിടെ തൽക്കാലം പ്ലസ് 3 into 3 എന്താ 9, ജെ ഇൻറ്റു ഐ എന്താണ് മൈനസ് കെ. അപ്പോൾ ഇവിടെയും മൈനസ് 9 കെ ക്കകത്ത് 3 into 5 15 ജെ ഇൻറ്റു കെ ഐ. സോ ഇവിടെ പ്ലസ് 15 ഐ ക്കകത്ത് 1 into 3 3 ആണ്, കെ ഇൻറ്റു ഐ ജെ ആണ്. അപ്പോൾ പ്ലസ് 3 ജെ ക്കകത്ത് 1 into 2 2 കെ ഇൻറ്റു ജെ മൈനസ് ഐ. സോ മൈനസ് 2 ഐൻ്റെയും ജെൻ്റെയും കെൻ്റെയും രണ്ട് ടേംസ് വെച്ച് വരും. ഇവിടെ നോക്കിക്കോ, കെ കെ ഐ ഐ ജെ ജെ വന്നില്ലേ. ഇനി ഞാൻ ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, എന്തോ വേണമെങ്കിലും ചെയ്യുകയാണ്. സോ നമുക്ക് ഫൈനൽ ആൻസർ ഒന്ന് എഴുതാൻ നോക്കുക. അത് കെ ക്യാപ്പിൻ്റെ എഴുതുക 4 കെ ക്യാപ്പ് മൈനസ് 9 കെ ക്യാപ്പ് എന്നാണ്. അപ്പം എന്ത് വരും, മൈനസ് 5 കെ ക്യാപ്പ് വരും. മൈനസ് 10 ജെ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ്. സോ മൈനസ് 7 ജെ ക്യാപ്പ് 15 ഐ ക്യാപ്പ് മൈനസ് 2 ഐ ക്യാപ്പ്. സോ ദാറ്റ് ബിക്കംസ് 13 ഐ ക്യാപ്പ്. എ എന്നൊരു വെക്ടർ വന്നു, ബി എന്നൊരു വെക്ടർ വന്നാൽ എ ക്രോസ് ബി എന്ന വേറൊരു വെക്ടർ പോകുന്നത് ഈ ഡയറക്ഷനിലോട്ടായിരിക്കും. 13 ഐ ക്യാപ്പ് മൈനസ് 7 ജെ ക്യാപ്പ് മൈനസ് 5 കെ ക്യാപ്പ്. കോംപ്ലിക്കേറ്റഡ് ആണ് എന്നോ, എന്നാലും ആ ഒരു സൈക്കിൾ നിങ്ങളുടെ തലയിൽ ഓർമ്മ നിന്നാൽ മതി. ബാക്കി എല്ലാം സിമ്പിളായിരിക്കും.
നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി അടുത്തൊരു പ്രോബ്ലം കൂടി വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ജസ്റ്റ് ഫോർ എ വാമ. എനിക്കിത് അധികമൊന്നും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നൊരു പരിപാടിയാണ്, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. ടു ഐ ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ് പ്ലസ് 6k ക്യാപ്പ് ഒരു വെക്ടർ എടുത്തു. അടുത്ത വെക്ടർ ഐ ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് 3k ക്യാപ്പ്. അതേ പ്രോസസ്സ് ചെയ്യുക. ആ സൈക്കിൾ നമ്മുടെ തലയിൽ വരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മെട്രിസസ് വഴിയൊക്കെ ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടിലും എനിക്ക് എളുപ്പം ഇതാണ് ചെയ്യുക. സോ ഞാനൊക്കെ പറഞ്ഞുതരാം. 22 പ്ലസ് 23 I into 2 plus 5 into 1 j into 1 പിന്നെ 5 into 3 j into 2 plus 6 into 1 3 into 8 6 into 2 മനസ്സിലായോ? അതായത് ആദ്യത്തെ ഐനെ ജെയിനെയും കഴിഞ്ഞിപ്പോൾ മൾട്ടിപ്ലൈ ആക്കി, അതാണ് ഈ രണ്ട് ടേംസ്. പിന്നെ രണ്ടാമത്തെ ജെയിനെ ഐനെയും കെയിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ആക്കി, അതാണ് ഈ രണ്ട് ടേംസ്. പിന്നെ കെയിനെ ഐൻ്റെയും ജെയിൻ്റെ ഒപ്പം ആക്കി, ഈ രണ്ട് ടേംസ്. ഈസിയാണെന്ന് തോന്നുന്നു. സിമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇതാണ്. ഇനി ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. 22 4 ആണ്. ഐൻ്റെ ജെ എന്താണ്? സൈക്കിൾ ഓർക്കുക, ഐ ജെ കെ 4 കെ 3 into 2 6 ഐ ഇൻറ്റു കെ ഐ കെ മൈനസ് ജെ മൈനസ് 6j കെ എടുത്ത് 5 into 1 ജസ്റ്റ് 5 ആണ്. ജെ ഇൻറ്റു ഐ മൈനസ് കെ ജെ ഇൻറ്റു ഐ മൈനസ് കെ എന്ന് എടുക്കാട്ടല്ലേ. ഇനി 15 5 into 3 15 ആണ്. ജെ ഇൻറ്റു കെ ഐ ആണ് പ്ലസ് 6 into 1 6 ആണ്. കെ ഇൻറ്റു ഐ ജെ ആണ്. സോ അതും പ്ലസ് 6 into 2 12 ആണ്. കെ ഇൻറ്റു ജെ മൈനസ് ഐ ആണ്. ആ ഒരു സൈക്കിൾ ഓർത്താൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം കിട്ടിക്കോളും. അത് അത്ര സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, നമുക്ക് ഇതൊക്കെ കൂടി ഇനി ആഡാക്കാം. കെയിൻ്റെ ടേംസ് ആദ്യം ആഡാക്കാം. വിച്ച് ഇസ് മോർ കൺവീനിയൻറ്റ്. 4k മൈനസ് 5k ഇസിക്കൽ ടു മൈനസ് 1k. നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, മൈനസ് കെ തന്നെ എഴുതാം. ജെയിൻ്റെ ടേംസ് എടുക്കാം. ഇനി 6j പ്ലസ് 6j 0j, അവിടെ ഒരു ജെയിൻ്റെ വാല്യൂ ഇല്ല. ഇനി 15i മൈനസ് 12i വിച്ച് ഈസ് ഈക്വൽ ടു 3i. ഈ ഡയറക്ഷനിലോട്ടാണ് നമ്മുടെ എ ക്രോസ് ബി പോവുക. ഇതാണ് എ ക്രോസ് ബി. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരാൻ ചാൻസുണ്ട്. ഇവിടെ ഈ ജെയും ക്യാൻസലായി പോകണം. അതുകൊണ്ട് ജെയിലോട്ട് ഒരു ഡയറക്ഷൻ ഇല്ലാത്തൊക്കെ ഉണ്ട്. എന്നാലും
അങ്ങനെയാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക. ഇതിനെ നമുക്ക് പഠിക്കാനുള്ള ഒരു മെയിനായിട്ടൊരു ഇക്വേഷൻ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഇൻവോൾവ് ആകുന്നത് പറഞ്ഞാൽ ടോർക്കിൻ്റെയാണ്. ജസ്റ്റ് ടോർക്ക് ആർ ക്രോസ് എഫ്. ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഉണ്ട്. ആദ്യം ഇത് കാണിച്ചത് ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ കൂടുതലും ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ വാല്യൂവും വരുന്ന നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. സോ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത്. ഇവിടെ നമുക്ക് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ എഴുതുന്നില്ല. പെർപെൻഡിക്കുലർ എന്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ്? അതായത് ഇപ്പോൾ ഇവിടെ ഫോഴ്സാണ് എടുക്കുന്നത്. ഫോഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ സിമ്പിളായിട്ട് വേണം ചെയ്യാൻ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് ജെ എഫ് എൽ. അപ്പോൾ ആറിന് അങ്ങോട്ട് വെള്ളി മടക്കുക, എന്നിട്ട് എഫിന് അങ്ങോട്ട് മടക്കുക. സോ ഉള്ളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആയിരിക്കും. ഇതിൽ ആർ ക്രോസ് എഫ് തന്നെ എപ്പോഴും വരാൻ പാടില്ല. എഫ് ക്രോസ് ആർ ആക്കിയത് ദാറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. സോ ഇതൊക്കെയാണ് ക്രോസ് പ്രൊഡക്റ്റിൽ നമ്മൾ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക. ഇതിൽ കൂടുതൽ നമുക്കധികം ചോദിക്കാറില്ല +1 മാത്സ് എസ്പെഷ്യലി. ബട്ട് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം NCERT ലെവലിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പറയണമുണ്ട്. ഇതിൻ്റെ ബേസ് ചെയ്ത പ്രോബ്ലംസും ഉണ്ട്. സോ അതൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. സോ അത്രയൊക്കെ ഉള്ളൂ ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ജസ്റ്റ് ഇതിലെ കീ പോയിൻറ്റ്സ് കൊണ്ട് എഴുതി തരാം. എന്തുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റായി അറിഞ്ഞിരിക്കേണ്ട കീ പോയിൻ്റ് എട്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ സൈക്കിളാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഈ സൈക്കിളാണ് നിങ്ങൾ മെയിനായി അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ കൂടുതലൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള മാത്സ് അറിഞ്ഞാൽ തന്നെ മതി. ഈ ഒരു സൈക്കിൾ നല്ല രീതിക്ക് അറിഞ്ഞു വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ക്രോസ് ബോണ്ടിൻ്റെ ജനറൽ ഫോർമുല അറിഞ്ഞു വയ്ക്കുക. വിച്ച് ഈസ് A into magnitude times B into magnitude times sin theta n cap. ഈ n cap കണ്ടുപിടിക്കാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നല്ലോ. ബെഡിൽ വെച്ചിട്ട് നോക്കുക. ഇപ്പോൾ ആദ്യത്തെ വെക്ടർ, ഇപ്പോൾ A വെക്ടർ ഇങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞാൽ അവിടേക്ക് ബെഡിലാക്കുക. B വെക്ടർ ഇങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞാൽ അങ്ങോട്ട് മടക്കുക. ഇൻവേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ഇത് A ക്രോസ് B ആണോ B ക്രോസ് A ആണോ ഏതെങ്കിലും വെക്ടർ അങ്ങനത്തെ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്ര ഇതിൽ പറഞ്ഞുതരാനുള്ളൂ. എനിക്കറിയണത് ഞാൻ പറഞ്ഞതുണ്ട്. എനിക്ക് എക്സ്ട്രാ ആയിട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ വല്ലതും പരാമർശിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളുക. എനിക്ക് വളരെ യൂസ്ഫുള്ളാവും. എനിക്കും പഠിക്കാൻ പറ്റും. അതിനാണല്ലോ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നത്. നിങ്ങൾക്ക് പഠിപ്പിക്കാനും എനിക്ക് സ്വയവും പഠിക്കാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ക്രോസ് പ്രൊഡക്റ്റ്. ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇതിന്ന്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തുകൊണ്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഇനി എനിക്ക് വരുത്താനുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ ആദ്യം കമൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ
ചാനൽ മൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. എൻ്റെ മിസ്റ്റേക്സ് തിരുത്താനും നിങ്ങൾ ആ കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. Stay tuned for the next video. Thank you so much.